സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ആരുടെ വിഷയമാണ്? പുതിയൊരു രാജാവ് ഉടലെടുത്തിരിക്കുകയാണ്, ചന്ദ്രശേഖർ രാജാവ്. സുരേഷ് ഗോപി രാജാവിന് ശേഷം, ഉന്നത കുലജാത സുരേഷ് ഗോപി സാറിന് ശേഷം പുതിയ രാജാവാണ് ചന്ദ്രശേഖർ. ആരാണ് ഈ രാജാവെന്ന് പറയുന്നത്? ഇവന്മാരെ പോലെയുള്ള മരവാഴകൾ തന്നെ രാജാവെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇവന്മാരെ വെറും അടിമ സംഖ്യകളെന്നേ വിളിക്കുള്ളൂ അല്ലേ? ഈ അടിമ സംഖ്യ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ, സ്ത്രീ എന്ന പരിഗണന കൊടുക്കണ്ട, ഓക്കെ അതവിടെ നിൽക്കട്ടെ, ഒരു മാനുഷിക പരിഗണന കൊടുക്കാതെ ചെയ്യുന്ന ജോലിക്ക് ഒരു എന്താ പറയുക, അവർ ചെയ്യുന്ന ഒരു ജോലിയെ റെസ്പെക്റ്റ് പോലും ചെയ്യാതെ, നീ അവിടെ നിന്നാൽ മതി, നീ കൂടുതൽ സംസാരിക്കേണ്ട, നീയൊക്കെ കള്ളത്തരമാണ് പറഞ്ഞു വിടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈരളി ടിവിയുടെ അവതാരികയുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചതും വളരെ മോശമായിട്ട് പെരുമാറുന്നതുമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പൊ കൈരളി ടിവിയുടെ അവതാരിക ഇവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖറിന് ഇത്ര ദേഷ്യമുണ്ടായത്? അതായത് നമുക്കറിയാം, തിരുമല അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മരണം ആത്മഹത്യയായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരു മരണക്കുറിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നത്, അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിലായിരുന്നു, ഒരു സഹകരണ ബാങ്കിലായിരുന്നു. ആ സഹകരണ ബാങ്കിൽ നിന്ന് തന്നെ BJPയിലുള്ള നേതാക്കന്മാർക്ക് പലർക്കും ലോൺ കൊടുത്തിട്ട് സമയമായപ്പോൾ തിരിച്ചടയ്ക്കാതെ വന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത് കൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മരണക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നു. എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് മുന്നിലേക്ക് നിന്നത്, കമ്മ്യൂണിസ്റ്റ് കാരണമാണ് അദ്ദേഹം മരണമടഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി കിടന്ന് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളെല്ലാം കൈരളി TV എടുത്തിട്ട് അവരങ്ങോട്ട് റിവീൽ ചെയ്തു. അതായത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരണമായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ കൈരളി TV പുറത്തുവിട്ടു. മറ്റുള്ള ചാനലുകളൊന്നും പുറത്തുവിടുന്നത് ഞാൻ കണ്ടില്ല. അപ്പോൾ അതിനെ ചൊടിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അതിനോടുണ്ടായ വിമുഖത കൊണ്ട് ആരുടേതാണെന്ന് ചോദിച്ചതിന് ശേഷമാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ അങ്ങോട്ട് ഉന്നത കുല അല്ലെങ്കിൽ ഈ പറയുന്ന രാജാവ് എന്നുള്ളൊരു പദവി അത് അയാളുടെ ആണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയത്. രാജീവ് ചന്ദ്രശേഖർ എന്താണ് വിചാരിച്ചത്? നിങ്ങളെപ്പോലെ ആരുടെയും മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുന്ന കാവിക്കളസമണിഞ്ഞ ഈ അടിമസംഖ്യകളാണ് ഈ മാധ്യമ പ്രവർത്തകരെന്നും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. വലിയ പവർ ആവാൻ നോക്കിയതാണ്, പക്ഷേ ഒരു പവറുമായില്ല. ഇതിന് വേറൊരു പേരാ പറയുന്നത്, ഞാനത് പറയുന്നില്ല. പവർ ആവാൻ നോക്കി അവസാനം വെറും എലിയായി പോയി, പുലിയാകാൻ നോക്കി എലിയായി പോയി എന്ന് പറയുന്ന പോലെ വാലും ചുരുട്ടി പോകേണ്ടി വന്നില്ലേ രാജീവ് ചന്ദ്രശേഖരെ? ആ ഒരു അവതാരികയുടെ അടുത്ത് എന്ത് മോശമായിട്ടാണല്ലേ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പ്ലേ ചെയ്തിരുന്നതാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആ ഒരു അവതാരികയോട് മോശമായിട്ട് തട്ടിക്കയറി സംസാരിക്കുന്നതിനെ പറ്റി. ഇന്ന് ഞാൻ വേറൊരു വീഡിയോ പ്ലേ ചെയ്യാം. ന്യൂസ് 18 മലയാളം എന്ന് പറയുന്ന ചാനലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇതിൽ ഈ അവതാരിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് കൂടിയില്ലേ, ആ മീറ്റിംഗിൽ എന്താണ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ എന്താണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന് എന്തൊക്കെയോ ഈ വാക്കുകൾ ഇടറുന്നുണ്ട്, പറയാനായിട്ട് പറ്റുന്നില്ല. എന്തോ വലിയ ദുരൂഹത അതിനകത്തുണ്ടെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം. അപ്പൊ എന്താണ് ആ വാർത്ത, അല്ലെങ്കിൽ എന്താണ് അതിൽ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത മറുപടി എന്നും എന്തിന്റെ പേരിലാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒരു പണി വരാൻ പോകുന്നതെന്നും ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ആ വീഡിയോയിലേക്ക് പോവാം. നേരത്തെ പാർട്ടി സംരക്ഷിച്ചില്ല, പാർട്ടിയുമായി സംസാരിച്ച ഘട്ടത്തിലൊന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ അങ്ങനെയാണ് പറയുന്നത്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക ആദ്യം. വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു 2 ദിവസം മുൻപേ ഈ തിരുമല അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. എന്താണ് നിങ്ങൾ സംസാരിച്ചത്? ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ എന്താ സംസാരിക്കുക? ഇത്തരത്തിലുള്ള സാമ്പത്തിക ഒന്നും സംസാരിച്ചില്ല. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം പറഞ്ഞേ, ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ്. അതിനെ ഒരു പാർട്ടീനെ തടയാൻ നോക്കരുത്. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPM പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ളത് BJPയുടെ വേണ്ട, എനിക്ക് ഒരു പറയാൻ ഒരു ആഗ്രഹമില്ല. നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് CPM പ്രൊട്ടക്ട് ചെയ്യാൻ നടത്താൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കരുത്, ഇല്ല ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്. നാണമില്ലാത്ത, ഉളുപ്പ് പോലും ഇല്ലാത്ത കുറെ മരവാണങ്ങളാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എന്തോ വലിയ മാസാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു കോപ്പുമല്ല.
എന്ത് തേങ്ങയാടാ നീ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. ഏത് ചാനലാ കൈരളി? എന്നാ നീ അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേന് കൂകി വിളിയും കയ്യടിയും ബഹളമാണ്. ഇവരുടെ വിചാരം ഇയാൾ വലിയ മാസാണ് കാണിച്ചത്. കേരളത്തിൽ ജനങ്ങളെല്ലാം രാജീവ് ചന്ദ്രശേഖറിന് വലിയ കയ്യടി കൊടുക്കും, ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്നാണ് വിചാരിച്ചത്. നേതൃത്വത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖരനോട് വിമുഖതയും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇവന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തൊരു പരിപാടിയാണ് ഇവിടെ കാണുന്നത്. ഒരു സ്ത്രീയെ പോലും ബഹുമാനിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താനൊക്കെ എന്ത് നേതാവാണോ? ലേശമെങ്കിലും ഒരല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം നിങ്ങളുടെ പാർട്ടിയിൽ ആരുടെയെങ്കിലും കൂടെ ഉണ്ടോ? ഒരാളുടെ കൂടെ ഇല്ല. എല്ലാം ചാണകം തിന്ന് മെഴുകി നശിച്ച് കിടക്കുകയാണ്. അപ്പം ബാക്കി എന്താ കേട്ടു നോക്കാം. ഈ പറയി നിൽക്കുന്നവരൊക്കെ ചിരി കാണണം. എന്തോ വലിയ കാര്യം രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് നേടിക്കൊടുക്കുകയാണെന്നുള്ള രീതിയിലാണ് ചിരിക്കുന്നത്. ബാക്കി കണ്ടു നോക്കാം. നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത്. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബിജെപി ഭരണസമിതിയാണോ? ബിജെപിയുടെ ഭരണസമിതി നുണ പ്രചരിപ്പിക്കരുത്. ഇതൊക്കെ പറയാൻ എന്ത് പാടാണെന്നറിയാം പെങ്ങളെ. ഇങ്ങനൊന്നും ചോദിക്കരുത്. ഇത്രയും ദൃഢമായിട്ടും ഇത്രയും കൃത്യമായിട്ടും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അതിനൊക്കെ മറുപടി പറയാൻ പറ്റണ്ടേ? രോഷം കൊള്ളുകയാണ്. ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ? അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ മറ്റൊരാളിനെ കുറ്റവാളിയാക്കും. ഇനി അത് കുറ്റവാളിയാക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒച്ച അങ്ങോട്ട് ഉയർത്തും. ഒച്ച ഉയർത്തി സംസാരിക്കുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം എല്ലാവരും പേടിച്ചങ്ങ് ഒതുങ്ങുമെന്നാണ്, ഇങ്ങനെ പുറകോട്ടങ്ങ് മാറുമെന്നാണ്. ആ കാലമൊക്കെ മാറി രാജീവ് ചന്ദ്രശേഖരെ. പണ്ടത്തെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിരുന്ന പോലെ അല്ല ഇന്നത്തെ കാലത്തെ അച്ഛനും അമ്മമാരും അല്ലെങ്കിൽ പിള്ളേരൊക്കെ എന്ന് പറയുന്നത്. അവരെല്ലാം തിരിച്ച് ചോദ്യം ചോദിക്കാനും ചെയ്യും. പണ്ട് നിങ്ങൾ കുറേ പേരെ അടിച്ചമർത്തിയിട്ടുണ്ടാവും. നിങ്ങളങ്ങ് ഗുജറാത്തിലും UP-ലും ബീഹാറിലും ഒക്കെ കുറേ പേരെ അടിച്ചമർത്തിയിട്ടുണ്ടാവും. പക്ഷെ അതുപോലെയല്ല കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾ ചാണകം തീനികളെ പോലെ അടിമകളല്ല. ചോദിക്കേണ്ട ചോദ്യം ചോദിക്കേണ്ട സ്ഥലത്ത് തന്നെ ചോദിക്കുകയും ചെയ്യും. അതിന് ഉത്തരം നൽകിയേ മതിയാവൂ. ഇല്ലെങ്കിൽ ആ ഉത്തരം കിട്ടുന്നത് വരെ അവിടെ ചോദിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കിയുണ്ടോ നോക്കാം. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ് പ്രസിഡന്റ്. എന്റെ ചോദ്യം, പ്രസിഡന്റ്, തിരുമല കൗൺസിലറുടെ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലേ? മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നാളെ ഈ വിഷയം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഉയർത്തിയില്ല. അത് അങ്ങനെ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ല. അതെങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ ഈ മർദ്ദനമൊക്കെ പ്രസിഡന്റ് അനുകൂലിക്കുകയാണ്? കണ്ടില്ലേ? ഇതാണ് അവതാരിക. ഒരു പട്ടി വഴിയിൽ കിടന്ന് കുരച്ചതിന്റെ പേരിൽ പേടിച്ച് പോകുന്നവളല്ല സ്ത്രീ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു അവതാരിക അല്ലെ മാധ്യമ പ്രവർത്തകയാണ് നമ്മൾ ഈ കൈരളി ചാനലിൻ്റെത് കാണുന്നത്. പുള്ളിക്കാരിയുടെ എത്ര രോഷം കാണിച്ചിട്ടും എത്ര അപമര്യാദയായിട്ട് പെരുമാറിയിട്ടും പുള്ളിക്കാരുടെ വീട്ടിലെ സംസ്കാരം അല്ലെങ്കിൽ പുള്ളിക്കാരുടെ സംസ്കാരം അതിനപ്പുറത്തേക്ക് പരിധി വിട്ട് പുള്ളിക്കാരി ഒന്നും സംസാരിക്കുന്നില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നത് പോലെ ആ ചോദ്യങ്ങളിൽ വിമുഖത ഉണ്ടായപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച പരിപാടികളാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് ഉത്തരം പറയാതെ മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ ചാടിക്കറി അളിയനങ്ങ് അകത്തേക്ക് പോയി. അപ്പം ഞാൻ ആദ്യം നേരത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖറിനുള്ളൊരു പണി പാലും വെള്ളത്തിൽ വരുന്നുണ്ടെന്നുള്ളത്. ആ എന്ത് പണിയാണെന്നും അതെന്താണ് വരാൻ പോകുന്നതെന്നും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. അതായത് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ തോന്നിവാസം പറച്ചിലൊക്കെ ഉണ്ടല്ലോ, അതായത് സ്ത്രീകളെ പോലും പരിഗണിക്കാതെ, സ്ത്രീകൾ എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ, അല്ലെ അവരെ മാനിക്കാതെ അവരുടെ അടുത്ത് നീ അവിടെ നിന്നാൽ മതി, നീ ഇങ്ങനെ ചെയ്താൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ധാർഷ്ട്യം കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനെതിരെ പരാതിയുമായിട്ട് പോയിരിക്കുകയാണ് ഈ കൈരളി TV-യിലെ അവതാരിക. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് പണി കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു അവതാരികയെ ഒരു പൊതുമധ്യത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ നിർത്തിക്കൊണ്ട് അവരെ അപമാനിക്കുക, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഇവർക്ക് വേണമെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസ് കൊടുക്കാം. എന്തിന്റെ പേരിലാണ്? സ്ത്രീത്വത്തെ അപമാനിച്ചു, ഈ പൊതുവഴിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പൊതു പബ്ലിക്കിൽ വെച്ചിട്ട് തന്നെ അപമാനിച്ചു, അവതാരിക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ പറയുന്ന അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണേൽ പരാതി കൊടുക്കാം. അത് അവരിപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് വരും ദിവസങ്ങളിൽ പണി കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം നമുക്ക് ആ വാർത്തകളൊന്ന് ഒന്ന് കണ്ടു നോക്കാം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ DGPക്ക് പരാതി. കൈരളി ന്യൂസ് റിപ്പോർട്ടർ സുലേഖ ശശികുമാറാണ് പരാതി നൽകിയത്. സുലേഖ ശശികുമാറിനെ ഭീഷണിപ്പെടുത്തി, ജോലി തടസ്സപ്പെടുത്തി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റമുണ്ടായത്. അതിലാണിപ്പോൾ പരാതി നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പരാതി?
ശ്രുതി അത് തന്നെയാണ്. അതായത് ജോലി തടസ്സപ്പെടുത്തി, ഒപ്പം തന്നെ ആക്ഷേപം ഉന്നയിച്ചു, ഒപ്പം ഭീഷണിപ്പെടുത്തി. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൈരളിയുടെ റിപ്പോർട്ടറായിട്ടുള്ള സുലേഖ ശശികുമാർ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ, അതായത് തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ തന്നെ ചാനൽ ഏതാണ് എന്ന് ചോദിക്കുകയും അതിന് മറുപടി ലഭിച്ചയുടനെങ്കിൽ താങ്കൾ സംസാരിക്കേണ്ടതില്ല, അതിന് താൻ മറുപടി തരില്ല എന്നൊരു കാര്യം തിരിച്ചു പറയുകയുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. ഒപ്പം തന്നെ താങ്കൾ ഒരു മാധ്യമപ്രവർത്തകയല്ല എന്ന തരത്തിൽ ആക്ഷേപിക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ കാണിച്ചു തരാം എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരം കൂടി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഡിജിപിക്ക് റിപ്പോർട്ടർ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ റിപ്പോർട്ടർ സുലേഖ ശശികുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡിജിപി പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. കണ്ടില്ലേ, ഇതില് സംഘിക്കുട്ടന്മാരുടെ മെഴുകൽ ഈ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്റെ പൊന്നോ, എന്തൊരു മെഴുകലാണ്. ഈ കടക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇവൻ പറഞ്ഞപ്പോഴാണോ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളുടെയും ഭയങ്കര മെഴുകലാണ്. ഈ കടക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലൊരു മര്യാദ ഉണ്ടായിരുന്നു. അതിൽ നീയെന്നോ ഡാന്നോ ഒന്നും വിളിച്ചിട്ടില്ല. ഇവൻ എന്താണ് ചെയ്തത്? രാജീവ് ചന്ദ്രശേഖർ എന്താണ് ചെയ്തത്? നീ എന്നൊരു സ്ത്രീയെ വിളിച്ചു. ഒരു സ്ത്രീത്വത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കുന്ന ആളുകളല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേടൻ പീഡിപ്പിച്ചു, ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, വാഗ്ദാനം നൽകി, മോഹന വാഗ്ദാനം നൽകി എന്നുള്ളതിന്റെ പേരിൽ അയാളെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത്? അത് എന്തിന്റെ പേരിലായിരുന്നു? സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന, സ്ത്രീകളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ? അപ്പൊ അതേ സ്ത്രീകൾക്ക് മാന്യത കൽപ്പിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള തലമൂത്തപ്പനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഒരു സ്ത്രീയെ നീ എന്നും ഡി എന്നും ഒക്കെ വിളിച്ചപ്പോൾ അത് വലിയൊരു പ്രിവിലേജ് ആക്കി എടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടി. അതെന്ത് പരിപാടിയാണ്? അതിന്റെ വ്യത്യാസം എന്താണ്? രാജീവ് ചന്ദ്രശേഖരന്റെ പണവും ഹുങ്കും ഒക്കെ കണ്ടുകൊണ്ട് അടിമയെ പോലെ ഇങ്ങനെ വളഞ്ഞ് വന്ന് മുന്നിൽ നിൽക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നടക്കില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറയുകയാണ്. കാരണം ഇത് കേരളമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ UP ബീഹാറോ ഒന്നുമല്ല നിങ്ങളുടെ ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ കാണിക്കാനായിട്ട്. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഈ അടിമ സംഖ്യകളുടെ കരച്ചില് എന്താ സുഖം കേൾക്കാനായിട്ട്. കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ഒരു മര്യാദ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇയാൾ പറഞ്ഞാൽ എന്ത് മര്യാദയാണ്? ഇവർ വന്ന് മെഴുകുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞാൽ എന്താണ് തെറ്റ്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലേ ശരി, അവരങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതമേ പാഴായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾ മരിച്ചതിന്റെ കാരണം അയാൾ വ്യക്തമായിട്ട് പറയുമ്പോഴും അതിനെ വലിയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തെറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങോട്ട് വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ഒരു വ്യഗ്രത, ഈ ഒരു ത്വര, ഈ ഒരു പരിപാടി എന്തൊരു വൃത്തികെട്ട പരിപാടിയാണല്ലേ? എന്ത് തന്നെയാണെങ്കിൽ രാജീവിനുള്ള പണി ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഞാൻ രാജാവാണെന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്ന ആളുകൾക്കുള്ളൊരു മറുപടി ഉടനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ധാർഷ്ട്യവും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും മാന്യത കൽപ്പിക്കാൻ കഴിവില്ലാത്ത കുറെ കഴിവുകെട്ട നേതാക്കന്മാരാണല്ലോ BJPയിൽ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെയധികം പുച്ഛവും പരിതാപകരവുമാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.